ആടടാ മരുമകനെ കൗരവരെ, ആടടാ ആനന്ദ ചൗട് വെച്ചാടടാ. ഏ മാമൻ ശകുനി വാക്കൊന്ന് ചൊന്നാൽ ഫലം പാഞ്ഞു പാഞ്ഞു വരും. പാമരത്താമാർ പഞ്ചപാണ്ഡവർ അടുക്കളയിലും അരമനയിലും ശൗചാലയങ്ങളിലും അടിമപ്പണി ചെയ്യും. അതിലുപരി ദുര്യോധന, ആകർഷയിൽ ആ പാഞ്ചാലി പെണ്ണ് മാതുന, നായാടി പിടിച്ച മാനും ചോതാടി പിടിച്ച പെണ്ണും ശത്രുവിന് പണ്ടേ പദ്യം. ദുശാസന, കാണട്ടെ നാം അവളെ, കാന്ത കല്ലുകൊണ്ട് നിർമ്മിച്ച ആ കാമശില്പത്തെ. 5 പേർക്ക് പൂമെത്ത വിരിച്ചവളെ, ഇടമില്ലേ നിന്റെ ഇടയിൽ. കുറച്ചു പേർക്ക് കൂടെ വാടി സഭാമധ്യത്തിലേക്ക്. അരുത് ദുശ്ശാസന, അരുത്. ഒരു പെണ്ണല്ലേ ഞാൻ. ധർമ്മധർമ്മങ്ങളുടെ വേരും വരമ്പും അറിയാവുന്ന സഭാനാഥന്മാരെ, ഇതേതോ നീതി, ഇതേതോ പുരുഷാർത്ഥം. ഇവർക്ക് നീതിനെയും ധർമ്മത്തെയും പറ്റി സംസാരിക്കാൻ എന്തധികാരമാണുള്ളത്? പ്രതിപട്ടികയിലുള്ളത് 1ഉം 2ഉമല്ല, 20ലധികം പുരുഷന്മാരാണുള്ളത്. ഹേ സ്ത്രീ, ഈ കണ്ട പ്രതിപട്ടികയിൽ എത്ര പുരുഷന്മാരെ നിങ്ങൾക്ക് പരിചയമുണ്ട്? തെളിവ് വല്ലതും ഉണ്ടോ? എന്തെങ്കിലും അടയാളങ്ങൾ വല്ലതും? ബഹുമാനപ്പെട്ട കോടതി, ഇതെല്ലാം അങ്ങ് 15 വർഷം മുന്നേ കഴിഞ്ഞതാണ്. എനിക്കിപ്പോ ഒന്നും പറയാനില്ല. പഠിച്ചോനെ ഓർത്തിട്ട് എന്നെ കൂട്ടിന് ഈ ജയിൽ കൂട്ടിന്ന് പറഞ്ഞയക്കണം. ഇക്കോടതിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പ്രതിപട്ടികയിൽ നിൽക്കുന്ന പ്രതികൾ നിങ്ങളെ പലയിടത്തും കൊണ്ടു നടന്നപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അതിനാൽ നിങ്ങൾ സ്വന്തം സുഖത്തിനായി ഇറങ്ങി പുറപ്പെട്ടതാണെന്ന് ഈ കോടതി കരുതുന്നു. സുഖം, തെറ്റില്ലാത്തൊരു ജോലി, കൊള്ളാവുന്നൊരു ശമ്പളം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കൂട്ടിക്കൊണ്ടുവന്നപ്പോ എലിയമ്മ ഇതന്നെയാ പറഞ്ഞേ, സുഖം. അല്ല അവിടെ നല്ല ഷോക്കായിരിക്കും. TV, ഫ്രിഡ്ജ്, AC ഓരോരുത്തില്ലാത്തോടെ വഷ്ടമില്ല എൻ്റെ മോളെ. എന്നെ കൊണ്ടെന്നെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വില കോണുണ്ടായിക്കോട്ടെ. നീ വായിട്ട് മോളെ തങ്കപ്പോ. നിങ്ങളത് എന്തുട്ടേ പറയണേ? 2 മാസം കഴിയുമ്പോളേ ഇവിടെ പെറ്റുമ്മ കണ്ട തിരിച്ചു പറയല. അങ്ങനെ അങ്ങ് തിളങ്ങി തെളിയാൻ പോലെ കൊച്ചു കള്ളി. മയിൽ പീലി പോലെ മിനുക്കിയിരിക്കുന്ന മുടി അഴിഞ്ഞുലഞ്ഞ് മുറുക്കി കെട്ടിയ പൂഞ്ചേന ഇതാ നമ്മുടെ കയ്യിൽ. അഴിഞ്ഞുലഞ്ഞ് ദ്രോണാചാര്യ, ഭീഷ്മ പിതാമഹ, കാണുന്നില്ലേ നിങ്ങൾ ഒരു അനാഥ പെൺകുട്ടിയോടുള്ള അതിക്രമങ്ങൾ? ഒരു പെണ്ണ് പെറ്റുണ്ടായതല്ലേ നിങ്ങളൊക്കെ? ആഭിജാതരെ, മഹാജ്ഞാനികളെ, ആർക്കുമില്ലേ ഇവിടെ ഒരു കണ്ണ്? ഓർഡർ, ഓർഡർ, ഓർഡർ. യുവർ ഓണർ, ഇവർ കോടതിയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ പറഞ്ഞതിനൊക്കെ വല്ല തെളിവ് വല്ലതും ഉണ്ട് കയ്യിൽ? അടച്ചിട്ട മുറികളിൽ മാറി മാറി വരുന്ന ആൾക്കാർ. ഞാൻ എന്ത് തെളിവാ സാർ എടുത്തു വെക്കാം? ഉള്ളത് ഈ ഉടല, ഇരുട്ടത്ത് കീറി മാന്തി സിഗരറ്റ് കുത്തി പൊളിച്ച ഈ ഉടൽ, അത് വേണമെങ്കിൽ ഞാൻ ഈ കോടതി കാണിച്ചു തരാം. ഓർഡർ, ഓർഡർ. ശകുനി, പൊൻശലിക്ക് പൊന്നരകമെന്നല്ലേ നാം അന്ധവൃദ്ധനായ നാം പഠിച്ചിട്ടുള്ളത്. അതിനാൽ ഈ കേസ് അടുത്ത മാസം 16-ാം തീയതിയിലേക്ക്. വേണ്ട, വേണ്ട, എനിക്കിനി വയ്യ. കാറിത്തുപ്പുന്ന ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എനിക്ക് വയ്യ.
നിങ്ങൾക്കൊക്കെ എന്തോ വേണ്ടേ? എന്നെ ജയിലിലാക്കണം. ആക്കിക്കോ, ഞാൻ പേടിച്ചോളഞ്ഞ. അഴിച്ചിട്ട കാർമുടി സാക്ഷ്യമാക്കി ശപിക്കാനോ ശപഥം ചെയ്യാനോ ഇവളൊരു ഇതിഹാസ നായികയല്ല. 14 വർഷം കോടതികൾ കയറിയിറങ്ങിയ ഒരു പാവം പെൺകുട്ടി. തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോവുക. ഇവൾ ഒരു പെണ്ണല്ലയോ, പെണ്ണിനുടയോൺ ദുഃഖമല്ലയോ. ഈ അഭിനയരംഗം പീഡനങ്ങളും ദുഃഖങ്ങളും സഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.